ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബ്രെഡ് കൊണ്ട് അസാധ്യ രുചിയിൽ ഉള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചിതമാവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഇത് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ബ്രെഡ് കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ടോസ്റ്റും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഷാക്കി തുക്കട എന്നറിയപ്പെടുന്നത് ലക്നൗ, ഡൽഹി, പിന്നെ ഹൈദരാബാദാണ് ഇതിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. വളരെ രുചിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാമേ. ഷാഹി തുക്കടയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിപ്പം ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അതൊഴിച്ച് നമുക്കൊന്ന് അടുപ്പിലോട്ടൊന്ന് മാറ്റിയിട്ട് അതൊന്ന് സിറപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നൂൽ പലിവും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കാം. ഞാനിപ്പോൾ അല്പം റെഡ് കളറാണ് ചേർത്തത്. അത് ചേർത്ത് അതൊന്ന് ആകട്ടെ. ഇതാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ബ്രെഡാണ്, അത് ഞാൻ അതുകൊണ്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൈദ പ്യുവറായിട്ട് മൈദയിലല്ല ചെയ്തത്, ഗോതമ്പും മൈദയും കൂടി ചേർത്ത് 2 സമമായിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ഉണ്ടാക്കിയെടുത്തത്. ഇതാ ഇവിടെ ഏകദേശം നമ്മുടെ സിറപ്പ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കണക്ക് മതി, നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. മതി. ഇത് ഞാനിവിടെ ബ്രെഡ് ഇത്രയും ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെനിക്കൊരു 5 സ്ലൈസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത്രയും മതി. നമുക്കിപ്പം 5 സ്ലൈസ്, ഇതുപോലുള്ള 5 സ്ലൈസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി ഷാഹി തുക്കടയ്ക്ക് അതിനൊരു കറക്റ്റായിട്ടൊരു ഷേപ്പുണ്ട്. കാരണം വെച്ചാൽ ട്രയാങ്കിൾ എന്നുള്ളൊരു ഷേപ്പാണ് അതിനെപ്പോഴും വേണ്ടത്. അപ്പോൾ ഇത് തന്നെ ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ 10 സ്ലൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 10 സ്ലൈസാണ് എടുക്കുന്നത്. അതവിടെ ഇരുന്നോട്ടെ. ഷാഹി തുക്കടയ്ക്ക് നമുക്കൊരു 2 കപ്പ് പാലാണ് മൊത്തത്തിൽ വേണ്ടത്. അതിലൊരു 1/2 കപ്പ് പാൽ ഞാൻ പ്രത്യേകം മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വാനില കസ്റ്റേർഡ് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ വാനില കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ. അപ്പം അത് തീരുമ്പോഴത്തേക്ക് ഞാൻ അതിന് ഷോർട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്കിന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചേക്കാം. അടുത്ത് ഇനി നട്ട്സാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ പിസ്തയും കാഷ്യുവാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഒരു പാനിൽ ബാക്കിയുള്ള പാലൊഴിക്കാം. ഒപ്പം തന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർക്കാം. കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം കേട്ടോ. ചേർത്തിട്ട് അതൊന്ന് നമുക്ക് പാനൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കാം. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ. അപ്പോൾ ചേർത്തതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കുറുകി പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇതൊന്ന് കരിഞ്ഞ് പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5-8 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി കിട്ടും കേട്ടോ. നമ്മൾ പറയുന്ന ഒരു ഫോമിലോട്ട് ഇത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു മിക്സിന് നമ്മൾ ശരിക്കും ഹിന്ദിയിൽ പറയുന്നത് റബഡി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് റബഡി എന്നാണ് പറയുന്നത്. ഈ ഒരു നമ്മുടെ കസ്റ്റർഡ് കുറുക്കിന് പറയുന്ന പേരാണ് റബഡി എന്ന്. അപ്പോൾ അതിന് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർത്തു. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസോ, ഞാൻ ഇപ്പോൾ വാനില ചേർക്കാത്തത് വാനില ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അല്ലെങ്കിൽ റോസ് എസൻസോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കയാണ് ചേർത്തത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലാണ് തീ ഇടേണ്ടത് കേട്ടോ. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നട്ട്സ് ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഇതിൽ വെച്ചാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഈ ഒരു കണക്കിനാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇനി ഇതിലോട്ട് നമ്മൾ കസ്റ്റേർഡ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ നട്ട്സിൻ്റെ പൊടിയോ നമുക്കൊന്നിടാം കേട്ടോ. ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശകലം കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഇനി ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഏകദേശം നമ്മൾ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം തീ ഒന്ന് ഓഫ് ചെയ്യാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് നട്ട്സ് ഇട്ട് ഞാനൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്യാണ്. മതി. ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഒരു കണക്ക് ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ.
ഈ ഒരു തിക്നെസ് മതി. കാരണം എന്ന് വെച്ചാൽ തണുക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ് മാത്രം മതി കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാൻ വെക്കുക കേട്ടോ. ഇതാ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഈ സമയം നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ടോസ്റ്റ് അല്ല, ഡീപ് ഫ്രൈ തന്നെ ചെയ്യേണ്ടത്. ടോസ്റ്റ് അല്ല, ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇതാ ഇപ്പോൾ വേഗം നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതിലിപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചു, രണ്ടാമത് റബഡി തയ്യാറാക്കി വെച്ചു, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത്. അപ്പം ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഇത്. ഇതാ ബ്രെഡെല്ലാം നമുക്കതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതാ ഇതിന് വേണ്ടി ഷുഗർ സിറപ്പ് റെഡിയായി, റബഡി റെഡിയായി, ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ല ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡ് ഒന്ന് നമ്മുടെ ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുക്കണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പം അതിന് നമ്മൾ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് കുതിർന്നു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, ഒന്ന് എടുക്കുക. അതാണ് ഈ ഷുഗർ സിറപ്പിൻ്റെ ഒരു ഇത് കേട്ടോ. അല്ലാതെ അങ്ങനെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുതിർന്നങ്ങ് പോവും. അങ്ങനെയല്ല, നമ്മൾ ഇടുക, അപ്പുറം തിരിച്ചിടുക, ഇങ്ങെടുക്കുക, അത്രയേ ഉള്ളൂ. 10 സ്ലൈസും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ് ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പുഡിംഗ് പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതൊന്ന് അടുക്കാം. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഷാഹി തുക്കട അടുക്കുന്നത് കേട്ടോ. ഇവിടെ റവടിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മീതെയൊക്കെ നന്നായിട്ട് ഒഴിക്കണം, സ്പ്രെഡ് ചെയ്ത് ഒഴിക്കണേ. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം ഇതിൻ്റെ മഞ്ഞ കളർ ശകലം കൂടി, ഞാൻ പറഞ്ഞില്ല വീട്ടിലുണ്ടാക്കിയത് കൊണ്ടാണ് അല്പം മഞ്ഞ കളറ് കൂടിയിരിക്കുന്നത്. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇത്രയും കളർ വരില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ സാധാരണ വീട്ടിലാണ് ഉണ്ടാക്കാറുള്ളത്. മീതയിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി ഞാൻ കുറച്ച് നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിൻ്റെ മീതെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇന്ന് എടുക്കുകയല്ല വേണ്ടത്, നമ്മൾ ഈ കേക്കൊക്കെ കഴിക്കും പോലെയാണ്, പിറ്റേ ദിവസമാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. ബ്രെഡ് കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഷാഹി ടുക്കഡ എന്നും ഷാഹി ടർക്കി എന്നും പിന്നെ ബ്രെഡ് മലായി എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊരു റോയൽ ഐറ്റം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഹൈദരാബാദ് നിസാമിൻ്റെ ഒക്കെ ആ ഒരു ദർബാറിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഫുഡാണ്. അപ്പം അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറച്ച് വലിയ ഹോട്ടൽസിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും അറിയില്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബ്രെഡ് ടോസ്റ്റും ഒക്കെ കഴിച്ച് മടുത്ത കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.